വൺ പീസ്, ബ്ലീച്ച്, അറ്റാക്ക് ഓൺ ടൈറ്റൻസ്, നറൂട്ടോ കാണാനേ പാടില്ല. എനിമെ. നിങ്ങൾ എനിമെ കാണാത്തവരാണെങ്കിൽ, എനിമെ കാണാൻ താല്പര്യമുണ്ട് എങ്കിൽ അവർക്കുള്ള വീഡിയോ ആണ് ഇത്. എനിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് എനിമേസ് ആണ് ഉള്ളത്. അതിൽ തന്നെ ഒരുപാട് എപ്പിസോഡുകളുണ്ട്. അപ്പോൾ തുടക്കം ഒരു എനിമെ കണ്ടു തുടങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് ഞാനൊരു സിമ്പിൾ സജഷൻ തരാം നിങ്ങൾക്ക്. വൺ പീസ്, ബ്ലീച്ച്, അറ്റാക്ക് ഓൺ ടൈറ്റൻസ്, നറൂട്ടോ, ഇതൊക്കെ OG ലെവലിൽ നിൽക്കുന്ന കുറച്ച് എനിമേസ് ആണ്. ഈ എനിമേസൊക്കെ നിങ്ങൾ എന്തായാലും കാണാനേ പാടില്ല. കാരണം തുടക്കക്കാർക്ക് പറ്റിയ അനിമേസ് ഒട്ടുമുള്ളത്. അതുകൊണ്ട് ഈ അനിമേസൊക്കെ എന്തായാലും ഒഴിവാക്കുക. തുടക്കക്കാരൻ എന്നൊരു നിലയിൽ നിങ്ങൾ കുറച്ച് എപ്പിസോഡ്സ് ഉള്ള അനിമേസ് കണ്ടു തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു 12 എപ്പിസോഡ് അല്ലെങ്കിൽ 13 എപ്പിസോഡുള്ള അനിമേസ് ഉണ്ട്. അതിൽ ഞാൻ ചൂസ് ചെയ്ത ഒരു അനിമെ, എൻ്റെ ഒരു സിമ്പിൾ സജഷനാണ്. അതിൽ എനിക്ക് ആപ്റ്റായിട്ട്, തുടക്കക്കാർക്ക് ആപ്റ്റായിട്ട് തോന്നിയ ഒരേ ഒരു അനിമേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് സോളോ ലെവലിംഗ്. സോളോ ലെവലിംഗ് എന്ന് പറയുന്ന അനിമ എന്ന് പറയുന്നത് ടോട്ടൽ 2 സീസണാണുള്ളത്. അതിൽ 2 സീസണും കൂടി 25 എപ്പിസോഡാണുള്ളത്. ആദ്യത്തെ സീസണിൽ 12 എപ്പിസോഡും രണ്ടാമത്തെ സീസണിൽ 13 എപ്പിസോഡാണ് ഉള്ളത്. ഒരു 20-23 മാക്സിമം ഒരു 25 മിനിറ്റ് വരെയാണ് എപ്പിസോഡ്സാണ് ഓരോന്നെന്ന് പറയണത്. അപ്പോൾ അത് കണ്ടു തുടങ്ങുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ആ ഒരു അനിമേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരാൾ മരണം എന്നൊരു സംഭവത്തോട് അടുത്ത് നിൽക്കുന്ന ടൈമിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഒരു ഇൻസിഡൻറ്റിലൂടെ പുള്ളി ട്രാൻസ്ഫോം ചെയ്ത് പതുക്കെ പുള്ളീനേക്കാളും ശക്തരായ ആൾക്കാരെ തോൽപ്പിച്ച് ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ കുറേ അലൈസിനെ കിട്ടും. അങ്ങനെ കുറേ സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് സ്വയം ഇങ്ങനെ പതുക്കെ ഓവർ പവേർഡായിട്ട് വരുന്ന രീതിയിൽ, എല്ലാം കൈക്കലാക്കുന്ന രീതിയിൽ ഒരു പ്ലോട്ടാണ് അതിനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനത്തെ പ്ലോട്ടുകൾ കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്തായാലും. സോ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഡു വാച്ച് ദിസ് അനിമെ ഫസ്റ്റ്. അത് എൻ്റെ പ്യൂർലി എൻ്റെ സജഷനാണ്. സോ ടു വാച്ച് ഇറ്റ് ആൻഡ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ തോന്നിയെന്നുള്ളത് കമൻസിൽ പറയാം. കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ അനിമേനെ കുറിച്ച് തോന്നിയെന്നുള്ളത് പറയാം.